Hello students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ലെമ്മ ഇതായിരുന്നു. ലെറ്റ് y be a proper closed subspace of a normed space x, let x naught element of capital X minus y be an arbitrary and delta is equal to infimum y delta belongs to capital Y, now y delta minus x naught, that is the distance from x naught to capital Y. Then there exists an f delta belongs to capital X dash such that norm f delta equal to 1, f delta of y equal to 0 for all y element of capital Y, f delta of x naught equal to the distance delta. Okay, അപ്പോൾ ഇത്തരത്തിലൊരു എഫ് ഡെൽറ്റ എക്സ് ഡാഷിൽ നമുക്ക് ഈ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷണൽ, ഒരു ബൗണ്ടറി ലീനിയർ ഫംഗ്ഷണൽ എഫ് ഡെൽറ്റ എക്സ് ഡാഷിൽ ഡ്യുവൽ സ്പേസ് ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എക്സിസ്റ്റൻസ് ലെമ്മ നമുക്ക് പറയുന്നത്. ഓക്കെ, സോ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത തിയറം പ്രൂവ് ചെയ്യുന്നത്, സെപ്പറബിലിറ്റി തിയറം. ഈ തിയറം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ദറ്റ് ഈസ് ഇഫ് ദ ഡ്യുവൽ സ്പേസ് എക്സ് ഡാഷ് ഓഫ് എ നോർമൽ സ്പേസ് എക്സ് ഈസ് സെപ്പറബിൾ ദെൻ എക്സ് ഇറ്റ് സെൽഫ് ഈസ് സെപ്പറബിൾ. അതായത് നോർമൽ സ്പേസിൻ്റെ ഡ്യുവൽ സ്പേസ് സെപ്പറബിൾ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആ നോർമൽ സ്പേസ് എന്ന് പറയുന്നത് സെപ്പറബിൾ ആയിരിക്കും. ഇപ്പോൾ ഡ്യുവൽ സ്പേസ് സെപ്പറബിൾ ആണെങ്കിൽ ആ നോർമൽ സ്പേസ് സെപ്പറബിൾ ആയിരിക്കും. അതാണ് ആ ഒരു തിയറം, സെപ്പറബിലിറ്റി തിയറം പറയുന്നത്. ഓക്കെ, പ്രൂഫിലേക്ക് പോവാം. നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സെപ്പറബിൾ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റും അല്ലെങ്കിൽ ഏതൊരു സബ്സ്പേസും സെപ്പറബിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു സെപ്പറബിൾ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റും അല്ലെങ്കിൽ ഏതൊരു സബ്സ്പേസും സെപ്പറബിൾ ആയിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ കണ്ടീഷൻ തന്നിരിക്കുന്നതനുസരിച്ച് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു സെപ്പറബിൾ നോർമഡ് സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ഡാഷിൻ്റെ ഏതൊരു സബ്സെറ്റ് അല്ലെങ്കിൽ ഏതൊരു സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതും സെപ്പറബിൾ ആയിരിക്കും. സോ വി കൺസിഡർ ദ സബ്സെറ്റ് the unit sphere subset of x dash, that is the unit sphere is u dash is equal to set of all f element of x dash such that norm f equal to 1. So x ഡാഷിലുള്ള യൂണിറ്റ് സ്ഫിയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എക്സ് ഡാഷിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള യൂണിറ്റ് സ്ഫിയർ, അതാണ് യു ഡാഷ്. ദറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ഡാഷ് സച്ച് ദാറ്റ് നോം എഫ് ഈക്വൽ ടു 1. So we consider the unit sphere in x dash. So x dash സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റായ യു ഡാഷ് എന്ന് പറയുന്നു, യൂണിറ്റ് സ്ഫിയർ എന്ന് പറയുന്നതും സെപ്പറബിൾ ആയിരിക്കും. സോ യു ഡാഷ് ഈസ് സെപ്പറബിൾ. സോ യു ഡാഷ് സെപ്പറബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറബിലിറ്റി കണ്ടീഷൻ അനുസരിച്ച് യു ഡാഷിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കും. യു ഡാഷിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ സീക്വൻസ് എഫ് എൻ എന്ന് വിളിക്കുന്നത്. ദറ്റ് ഈസ് സീക്വൻസ് എഫ് എൻ. സോ യു ഡാഷ് ഹാസ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ്, that is sequence fn, where fn belongs to u dash. fn belongs to u dash. So that is fn belongs to u dash, that is norm fn is equal to എന്തായിരിക്കും, 1 ആയിരിക്കും. സോ യു ഡാഷിൻ്റെ ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആണ് സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത്. സോ എഫ് എൻ എന്ന് പറയുന്നത് യു ഡാഷിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് നോം എഫ് എന്നിൻ്റെ വാല്യൂ എന്ത് വരും, 1 ആയിരിക്കും. സോ ബൈ ദ ഡെഫിനേഷൻ ഓഫ് നോം, നമ്മൾ നോം ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് നോം എഫ് എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സുപ്രീമം norm x is equal to 1 modulus of f of xn by the definition of the norm, and that is equal to 1. From this, that is equal to 1. Okay, so then next, by the definition of supremum, we can find points xn belongs to capital X such that norm xn is equal to 1 and modulus of fn of xn greater than or equal to 1/2. അപ്പോൾ ഇത്തരത്തിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സൻ, ഒരു സീക്വൻസ് എക്സൻ ഞാൻ ചൂസ് ചെയ്തിട്ട് നോം എക്സൻ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് സുപ്രീം നോം എക്സ് ഈസ് ഈക്വൽ ടു 1, മോഡ് എഫ് ഓഫ് എക്സൻ ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് എക്സൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മോഡ് എഫ് എൻ ഓഫ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കണം, നോം എക്സൻ ഈക്വൽ ടു 1. അപ്പോൾ അത്തരത്തിലുള്ള സീക്വൻസ് ഞാൻ ചൂസ് ചെയ്തു, ക്യാപിറ്റൽ എക്സൻ, ദാറ്റ് ഈസ് സീക്വൻസ് എക്സൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് നോം എക്സ്, ദാറ്റ് ഈസ് വി കൺസിഡർ ദാറ്റ് സീക്വൻസ് എക്സൻ. ദെൻ നെക്സ്റ്റ് വി കൺസിഡർ, ഇപ്പോൾ നമ്മൾ സീക്വൻസ് കൺസിഡർ ചെയ്തു, സീക്വൻസ് എക്സൻ. സോ നെക്സ്റ്റ് വി കൺസിഡർ സ്പാൻ ഓഫ് എക്സൻ, സ്പാൻ ഓഫ് ദി സീക്വൻസ്. ഇതിൻ്റെ സ്പാനിങ് സെറ്റ് കൺസിഡർ ചെയ്യുക. ഈ സീക്വൻസ് നമ്മളിപ്പോൾ ഫോം ചെയ്തു. ദെൻ ഈ സീക്വൻസിൻ്റെ സ്പാനിങ് സെറ്റ് കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് സ്പാൻ ഓഫ് സീക്വൻസ് എക്സൻ. ദെൻ അതിൻ്റെ ക്ലോഷർ, അപ്പോൾ നമുക്കൊരു സബ്സ്പേസ് കിട്ടി, സ്പാൻ ഓഫ് സീക്വൻസ്, സ്പാൻ ഓഫ് എക്സൻ, ദാറ്റ് ഈസ് വി കൺസിഡർ ദ സബ്സ്പേസ് സ്പാൻ ഓഫ് എക്സൻ. ദെൻ അതിൻ്റെ ക്ലോഷർ എടുക്കുക, ദാറ്റ് ഈസ് ക്യാപിറ്റൽ വൈ. അതാണ് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന സബ്സ്പേസ്. സോ വൈ ബി ദ ക്ലോഷർ ഓഫ് സ്പാൻ എക്സൻ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ വൈ സെപ്പറബിൾ ആയിരിക്കും, കാരണം വൈ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് എക്സിൻ്റെ ക്ലോഷറാണ്. ദെൻ വൈ സെപ്പറബിൾ ആയിരിക്കും, കാരണം വൈയുടെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. കൺസിഡർ വൈ, then y is separable because y has a countable dense subset, namely the set of all linear combinations of xn's with coefficients എങ്ങനെ എടുത്താൽ മതി, with coefficients are whose real and imaginary parts are rational numbers. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് xn's, that is we consider sigma alpha I xi, where alpha I എങ്ങനെ ചൂസ് ചെയ്യുക, where alpha is equal to some x plus iy, where xy belongs to q. അതായത് xnൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുക്കുക, xnൻ്റെ എല്ലാ സീക്വൻസ് xnൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുക്കുക. ആ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സ്കേലാർസ് എങ്ങനെ എടുക്കണം, സ്കേലാർസ് എടുക്കേണ്ടത് സ്കേലാർസിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റാഷണൽസ് ആയിട്ട് വരുന്ന സ്കേലാർസ് എടുക്കുക. ഇത്തരത്തിലുള്ള സെറ്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കളക്ഷൻ, ആ സെറ്റ്, അത്തരത്തിലുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും, അതായത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എക്സൻ വിത്ത് സ്കേലാർസ് ഹൂസ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ആർ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ അതാണ് വൈയുടെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ്. സോ ക്ലിയർലി ഇതെന്ന് പറയുന്ന ഒരു കൗണ്ടബിൾ സെറ്റാണ് നമ്മൾ പറഞ്ഞതാണ്. ഇതിൻ്റെ ക്ലോഷ് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന ഡെൻസ് ആയിരിക്കും. ദിസ് സെറ്റ് ഈസ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ വൈ. സ്പാൻ എക്സിൻ്റെ ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആയിരിക്കും ഈ കളക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ വൈ എന്ന് പറയുന്നത് സെപ്പറബിൾ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ലൈക്ക് ദിസ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും നേരത്തെ പല തിയറംസിലും ഈ ഒരു കണ്ടീഷൻ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇതേ രീതിയിൽ നമ്മൾ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ചൂസ് ചെയ്ത് അത് കൗണ്ടബിൾ ആണ്, ഡെൻസ് ആണെന്നുള്ള കേസ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പം വൈ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ്, ദാറ്റ് ഈസ് ക്ലോഷർ ഓഫ് സ്പാൻ എക്സൻ എന്ന് പറയുന്നത് സെപ്പറബിൾ ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു, വൈയും നമ്മുടെ നോർമൽ സ്പേസ് എക്സും സെയിം ആണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് വൈ നോട്ട് ഈക്വൽ ടു എക്സ്, ഈസ് നോട്ട് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൈ എന്ന് പറയുന്നത് ഈസ് എ പ്രോപ്പർ ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എക്സ് ആയിരിക്കും. വൈ നോട്ട് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് ഈസ് എ പ്രോപ്പർ, വൈ ഓൾസോ വൈ ഈസ് ക്ലോസ്ഡ്, consider the closure of span x, so y is a proper closed subspace of x, so we get y is a proper closed subspace of x. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ തിയറം അനുസരിച്ച് നമ്മളിപ്പോൾ കണ്ട ആ ഒരു തിയറം y എന്ന് പറയുന്ന പ്രോപ്പർ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് x ആണെങ്കിൽ then by using that theorem നമുക്ക് എന്ത് പറയാം, by using that lemma there exists an f delta belongs to x dash with norm f delta equal to 1, existence of f delta, there exists an f delta belongs to x dash with a norm f delta equal to 1 and f delta of y equal to 0 for all y element of capital Y. അത്തരത്തിലുള്ള f delta exist ചെയ്യും using the previous lemma. ഓക്കെ, ഇനി that is f delta of y equal to 0 ആണ് for all y element of capital Y. ഇവിടെ നമ്മൾ പറയുന്നത് xn എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈയിലെ എലമെൻറ്റ് തന്നെയാണ്. xn എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈയിലെ എലമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ f delta of xn എന്ന് പറയുന്നത് ഈ 0 ആയിരിക്കും. By using that lemma we get f delta of xn is equal to 0 for all n. Clear ആണല്ലോ using that lemma. Okay, now we consider for all n, we consider 1/2 greater than or equal to modulus of fn of xn. For all n we consider 1/2 greater than or equal to modulus of fn of xn, and that is equal to modulus of fn of xn minus f delta of xn. f delta of xn is equal to 0. Okay, and that is equal to modulus of fn minus f delta of xn. fn minus f delta of xn. ഇനി fn എന്ന് പറയുന്നതും എക്സ് ഡാഷിലെ എലമെൻ്റ് ആണ്. fn എന്ന് പറയുന്നതും എക്സ് ഡാഷിലെ എലമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ f delta എന്ന് പറയുന്നതും എക്സ് ഡാഷിലെ എലമെൻ്റ് ആണ്. എക്സ് ഡാഷ് വെക്ടർ സ്പേസ് ആയതുകൊണ്ട് തന്നെ fn മൈനസ് f delta എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ എലമെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് fn മൈനസ് f delta എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണലാണ്. സോ ബൗണ്ടഡ്നെസ് കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം fn മൈനസ് f delta ഇൻറ്റു നോം xn എന്ന് പറയാം യൂസിങ് ദ ബൗണ്ടഡ്നെസ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഈ xn എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞു fn ഓഫ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 കേസിൽ ഈ നമ്മൾ സീക്വൻസ് കൺസിഡർ ചെയ്ത സീക്വൻസിൽ നോം xnൻ്റെ വാല്യൂ എന്താണെന്ന് പറയുന്നുണ്ട്. നോം xn ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ നമ്മൾ നോം xnൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, നോം fn മൈനസ് f delta ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. സോ ലാസ്റ്റ് നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്, നോം fn
മൈനസ് എഫ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഡെൽറ്റ ശരിക്കും നമ്മുടെ യു ഡാഷിലെ ഒരു എലമെൻറ്റ് തന്നെയായിരുന്നു അല്ലേ? കാരണം നോം എഫ് ഡെൽറ്റ യു ഡാഷ് എന്ന് പറയുന്ന യൂണിറ്റ് സ്ഫിയർ ആണ്. സോ നോം എഫ് ഡെൽറ്റ 1 ആണ് നമ്മുടെ ലെമ്മ അനുസരിച്ച്. അതുകൊണ്ട് തന്നെ എഫ് ഡെൽറ്റ എന്ന് പറയുന്ന ഈ യൂണിറ്റ് സ്ഫിയറിലെ എലമെൻ്റ് ആണ്. സോ എഫ് ഡെൽറ്റ എന്ന് പറയുന്ന യു ഡാഷിലെ എലമെൻ്റ് ആണ്, യൂണിറ്റ് സ്ഫിയറിലെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഡെൽറ്റ നമുക്കിവിടെ കിട്ടിയ നോം എഫ് എൻ മൈനസ് എഫ് ഡെൽറ്റ ഗ്രേറ്റർ ആണെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എഫ് ഡെൽറ്റ സെൻറ്റർ ആക്കിക്കൊണ്ട് 1/2 റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിന് വെളിയിലായിരിക്കും എഫ് എൻ വാല്യൂസ് വരിക. ക്ലിയർ ആണല്ലോ? സീക്വൻസ് എഫ് എന്നിലെ വാല്യൂസ് ഈ ഓപ്പൺ ബോളിൽ വെളിയിലായിരിക്കും വരും. നോം എഫ് എൻ മൈനസ് എഫ് ഡെൽറ്റ ഗ്രേറ്റർ ആണെങ്കിൽ 1/2 മീൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡെൽറ്റ സെൻറ്റർ ആക്കിക്കൊണ്ട് 1/2 റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിന് വെളിയിലായിരിക്കും സീക്വൻസ് എഫ് എന്നിലെ എഫ് എൻ വാല്യൂസ് വരിക. ഈ എഫ് എൻ എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ എലമെൻ്റ് ആണ്. ഓക്കെ, എഫ് എൻ വാല്യൂസ് വരിക. ഇനി നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത് ഈസ് ഡെൻസ് ഇൻ യു ഡാഷ് ആണെന്ന് പറയുന്നുണ്ട്. ഡെൻസ് ഇൻ യു ഡാഷ് ആണ് സീക്വൻസ് എഫ് എൻ. നമ്മൾ ഡെൻസ്നെസ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യു ഡാഷ് സെപ്പറബിൾ ആയതുകൊണ്ട് അതിൻ്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആണ് സീക്വൻസ് എഫ് എൻ എന്ന് പറയും. സീക്വൻസ് എഫ് എൻ ഡെൻസ് ഇൻ യു ഡാഷ് ആണ് എന്ന് പറഞ്ഞാൽ യു ഡാഷിലെ ഏതൊരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാലും ആ ഓപ്പൺ ബോളിൻ്റെ അകത്ത് സീക്വൻസ് എഫ് എന്നിലെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം, കുറഞ്ഞത് ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ? ദാറ്റ് ഇസ് ഡെൻസ്നെസ് കണ്ടീഷൻ. സീക്വൻസ് എഫ് എൻ ഡെൻസ് ഇൻ യു ഡാഷ് മീൻ ചെയ്യുന്നത് യു ഡാഷിൽ ഏതൊരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാലും ആ ഓപ്പൺ ബോളിൻ്റെ അകത്ത് കുറഞ്ഞത് സീക്വൻസ് എഫ് എന്നിലെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ എഫ് ഡെൽറ്റ സെൻറ്റർ ആക്കിക്കൊണ്ട് 1/2 റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ആൻ ഓപ്പൺ ബോൾ ഇൻ യു ഡാഷ്. എഫ് ഡെൽറ്റ എന്ന് പറയുന്നത് യു ഡാഷിലെ എലമെൻ്റ് ആണ്. സോ യു ഡാഷിലെ എലമെൻ്റായ എഫ് ഡെൽറ്റയെ സെൻറ്റർ ആക്കിക്കൊണ്ട് 1/2 റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ ഞാൻ യു ഡാഷിലെടുത്തു. ആ ഓപ്പൺ ബോളിനുള്ളിൽ ആ 1/2 റേഡിയസ് ഉള്ള ഓപ്പൺ ബോളിനുള്ളിലല്ല എഫ് എന്നിലെ സീക്വൻസ് എഫ് എന്നിലെ വാല്യൂസ് വന്നിരിക്കുന്നത്. സീക്വൻസ് എഫ് എന്നിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്പൺ ബോളിന് വെളിയിലാണ് കിട്ടിയിരിക്കുന്നത് ബൈ ദിസ് കണ്ടീഷൻ. അപ്പോൾ 1/2 റേഡിയസ് ഉള്ളതോ അല്ലെങ്കിൽ 1/2 കുറഞ്ഞത് എഫ് ഡെൽറ്റ സെൻറ്റർ ആക്കിക്കൊണ്ട് 1/2 1/2 കുറവുള്ളതോ ആയ ഒരു ഓപ്പൺ ബോൾ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിന് വെളിയിലായിരിക്കും സീക്വൻസ് എഫ് എന്നിലെ പോയിൻറ്റ്സ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഡെൻസ്നെസ് കണ്ടീഷൻ ഒരു കോൺട്രഡിക്ഷനാണ്. കാരണം ഡെൻസ്നെസ് കണ്ടീഷൻ പറയുന്നത് യു ഡാഷിൽ ഏതൊരു ഓപ്പൺ ബോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിൽ സീക്വൻസ് എഫ് എന്നിലെ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഡെൻസ്നെസ് കണ്ടീഷൻ ഒരു കോൺട്രഡിക്ഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദിസ് കോൺട്രഡിക്ട്സ് ദ assumption that sequence fn is dense in u dash because f delta is itself in u dash since norm f delta equal to 1. റീസൺ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? y എന്ന് പറയുന്നത് ഈക്വൽ ടു ഫുൾ സ്പേസ് എക്സ് ആയിരിക്കും. y ഈസ് ഈക്വൽ ടു ഫുൾ സ്പേസ് എക്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ y എന്ന് പറയുന്നത് സെപ്പറബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഫുൾ സ്പേസ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? സെപ്പറബിൾ ആണെന്ന് കിട്ടും. അപ്പോൾ എക്സ് ഡാഷ് അപ്പം ഡ്യുവൽ സ്പേസ് സെപ്പറബിൾ ആണെങ്കിൽ നോർമൽ സ്പേസിന് ഡ്യുവൽ സ്പേസ് എക്സ് ഡാഷ് സെപ്പറബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ നോർമൽ സ്പേസ് എക്സ് എന്ന് പറയുന്നത് സെപ്പറബിൾ ആയിരിക്കും. നോർമൽ സ്പേസ് എക്സ് എന്ന് പറയുന്നത് സെപ്പറബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ.